ആഗോള സാമ്പത്തിക ഭൂപടത്തിൽ ഇന്ത്യ ഒരു വൻ ശക്തിയായി മാറുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ കേട്ടാൽ ഏതൊരു ഇന്ത്യക്കാരന്റെയും നെഞ്ചു വിരിയും. കഴിഞ്ഞ 20 വർഷമായി ആർക്കും സാധിക്കാത്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ സാധിച്ചെടുത്തിരിക്കുന്നു. അറബ് ലോകത്തെ വമ്പന്മാരായ GCC രാജ്യങ്ങളുമായിട്ടുള്ള സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. എന്താണ് ഇതിന്റെ അർത്ഥമെന്നോ? സൗദി അറേബ്യയും UAEയും ഖത്തറും ഉൾപ്പെടെയുള്ള 6 ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ഇനി തടസ്സങ്ങളൊന്നുമില്ലാതെ ഒഴുകും. ഇത് കേവലം ഒരു ബിസിനസ് ഡീലല്ല, ഗൾഫ് മേഖലയിൽ ഇന്ത്യയുടെ ആധിപത്യം ഉറപ്പിക്കുന്ന വമ്പൻ നയതന്ത്ര നീക്കമാണ്. ലോകം ഉറ്റുനോക്കുന്ന ഈ ഗൾഫ് മാസ്റ്റർ പ്ലാൻ എന്താണെന്ന് നമുക്ക് നോക്കാം. GCC അഥവാ ഗൾഫ് കോപ്പറേഷൻ കൗൺസിൽ സൗദി അറേബ്യ, UAE, ഖത്തർ, കുവൈത്ത്, ഒമാൻ, ബഹ്റിൻ എന്നീ 6 കരുത്തരായ രാജ്യങ്ങളുടെ കൂട്ടായ്മയാണിത്. ഭാരതത്തിന്റെ ഊർജ്ജ ആവശ്യങ്ങളുടെ പകുതിയിലധികവും നിറവേറ്റുന്ന ഈ രാജ്യങ്ങളുമായി ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് എന്നത് ഇന്ത്യയുടെ കാലങ്ങളായിട്ടുള്ള സ്വപ്നമായിരുന്നു. 2004 തുടങ്ങിയതാണ് ഇതിന്റെ ചർച്ചകൾ. 6ലും 8ലും ഒക്കെ ചർച്ചകൾ നടന്നെങ്കിലും പല കാരണങ്ങൾ കൊണ്ട് ഇത് മരവിപ്പിച്ചു. എന്നാൽ ഇപ്പോൾ ഡൽഹിയിലെ വാണിജ്യ ഭവനിൽ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലും GCC ചീഫ് നെഗോഷിയേറ്റർ ഡോക്ടർ രാജ അൽ മസൂഖിയും പുതിയ മാർഗരേഖയിൽ ഒപ്പുവെച്ചതോടെ ചരിത്രം വഴിമാറുന്നു. മോദി സർക്കാരിന്റെ കരുത്തുറ്റ നയതന്ത്രം ഗൾഫ് രാജ്യങ്ങളെ വീണ്ടും ഇന്ത്യയുടെ ചാരത്തെത്തിച്ചിരിക്കുന്നു. ഇവിടെയാണ് ഇന്ത്യയുടെ ബുദ്ധിപരമായ നീക്കം ശ്രദ്ധിക്കേണ്ടത്. മൊത്തത്തിലുള്ള GCC കരാറിന് പുറമെ സൗദി അറേബ്യയുമായി നേരിട്ടുള്ള ഒരു പ്രത്യേക വ്യാപാര കരാറിനും ഇന്ത്യ നീക്കം നടത്തുന്നുണ്ട്. സൗദിയിൽ നിന്ന് വൻതോതിൽ നിക്ഷേപം ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയാണ് ലക്ഷ്യം. സൗദി മുന്നോട്ട് വെച്ച മോസ്റ്റ് ഫേവേർഡ് നേഷൻ പദവി പോലെയുള്ള ആവശ്യങ്ങളിൽ ഇന്ത്യ ഗൗരവകരമായ ചർച്ചകളിലാണ്. ഇൻവെസ്റ്റ്മെന്റ് തർക്കങ്ങൾ പരിഹരിക്കാൻ പ്രത്യേക സംവിധാനം വേണമെന്ന സൗദിയുടെ ആവശ്യവും ഇന്ത്യ പരിഗണിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ സൗദിയുടെ പണവും ഇന്ത്യയുടെ വിപണിയും കൈകോർക്കുമ്പോൾ പിറക്കുന്നത് പുതിയൊരു സാമ്പത്തിക യുഗമാണ്. നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും, ഇതുകൊണ്ട് സാധാരണക്കാരായി നമുക്കൊക്കെ എന്താ ഗുണമെന്ന്. പറയാം. ഇന്ത്യയുടെ തുണിത്തരങ്ങൾ, മെഷീനറികൾ, ആഭരണങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ എന്നിവ കുറഞ്ഞ നികുതിയിൽ ഗൾഫ് വിപണിയിലെത്തും. ക്രൂഡ് ഓയിൽ, പ്രകൃതിവാതകം എന്നിവയുടെ ഇറക്കുമതി കൂടുതൽ സുഗമമാകും. ഇത് രാജ്യത്തെ ഇന്ധന വിലയെ പോലും അനുകൂലമായി ബാധിക്കാം. കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം $178 ബില്യൺ വ്യാപാരമാണ് ഗൾഫുമായി നടന്നത്. പുതിയ കരാറിലൂടെ ഇത് ഇരട്ടിയാകും. ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. ഗൾഫിൽ ജോലി ചെയ്യുന്ന കോടിക്കണക്കിന് ഇന്ത്യക്കാർക്ക് ഈ കരാർ കൂടുതൽ സുരക്ഷിതത്വം, പുതിയ അവസരങ്ങളും നൽകും. അമേരിക്കയുമായുള്ള വ്യാപാര കരാറിന് തൊട്ടു പിന്നാലെയാണ് ഇന്ത്യ ഈ നിർണായക നീക്കം നടത്തുന്നത് എന്നത് ശ്രദ്ധേയമാണ്. ചൈനയെ പോലെയുള്ള രാജ്യങ്ങൾ ഗൾഫ് മേഖലയിൽ സ്വാധീനം ചെലുത്താൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യ നേരിട്ട് കരാറുകളിൽ ഒപ്പിടുന്നത് വൻ ശക്തികൾക്കുള്ള മറുപടിയാണ്. നിലവിൽ UAEയുമായും ഒമാനുമായും നമുക്ക് നേരിട്ട് കരാറുകളുണ്ട്. ഇത് 6 രാജ്യങ്ങളിലേക്കും വ്യാപിക്കുന്നതോടെ പശ്ചിമേഷ്യയിൽ ഇന്ത്യയുടെ വാക്ക് നിയമമാകും. ഇന്ത്യയുടെ ഈ കുതിപ്പ് വെറുമൊരു തുടക്കം മാത്രമാണ്. 20 വർഷമായി ഫയലുകളിൽ വിശ്രമിച്ചിരുന്ന ഒരു കരാറിന് ജീവൻ നൽകി ഗൾഫ് രാജ്യങ്ങളെ നമ്മുടെ ഉറ്റ സുഹൃത്തുക്കളാക്കി മാറ്റിയ ഈ നീക്കം വരും ദശകങ്ങളിൽ ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറ ശക്തമാക്കും.